നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോകത്തിന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്. തെമ്മാടിത്തരം കൈമുതലാക്കിക്കൊണ്ട് നിരപരാധികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രംപിന്റെ ഈ പരിപാടി വെച്ചവസാനിപ്പിച്ചില്ലെങ്കിൽ അമേരിക്കയ്ക്ക് കാത്തിരിക്കുന്നത് വൻ നാശനഷ്ടമാണ് എന്ന കണക്കൂട്ടലിലേക്കാണ് പോകുന്നത്. ഐറിസ് ഡേന എന്ന ഇറാനിയൻ കപ്പൽ മുക്കാൻ എന്ത് അധികാരമാണ് അമേരിക്കയ്ക്കുള്ളത്? അതുമാത്രമല്ല, അമേരിക്ക എന്തുകൊണ്ടാണ് ഇറാനെ ആക്രമിക്കുന്നത്? അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ആക്രമിക്കുന്നതിന് 3 പ്രധാന കാരണങ്ങളാണ്. ഇറാനിൽ ഒരു റെജീം ചേഞ്ച് ഉണ്ടാകണം, ഭരണമാറ്റം ഉണ്ടാകണം. അവിടെ ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് മാറി തങ്ങൾക്ക് അനുകൂലമായൊരു പാവ ഭരണം കൊണ്ടുവരണം. ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ല. ഇറാന്റെ ആത്മാഭിമാനം പണയം വെക്കാൻ അവിടുത്തെ ഒരു കൊച്ചു കുഞ്ഞെങ്കിലും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ പ്രതിരോധത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നത്. ആത്മാഭിമാനം പണയപ്പെടുത്തി ഈ ഭൂമിയിൽ ജീവിക്കേണ്ട എന്ന് ഇറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇസ്രയേലിൻ്റെ ആണവ സൈറ്റുകളെ ആക്രമിക്കുന്ന, ഇസ്രയേലിലേക്ക് കൃത്യമായി ബോംബുകൾ വർഷിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ഇറാൻ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രയേലിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ബലഭൂയിഷ്ഠമായ എണ്ണപ്പാടം, അതിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യം, റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയുള്ള സ്വാർത്ഥ താല്പര്യം, ഭരണമാറ്റം കൊണ്ടുവന്നാൽ അവിടുത്തെ യുറേനിയം അടിച്ചു മാറ്റാം എന്നുള്ള സ്വാർത്ഥ താല്പര്യം, ഇതിനെല്ലാം വേണ്ടിയാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഒരു ഡെഡ്ലി കോംബോ ഇപ്പോൾ അണിയറയിൽ സംജാതമാക്കിയിരിക്കുന്നത്. കേവലം ആശയങ്ങളുടെ പേരിലുള്ള യുദ്ധമല്ല. എങ്ങനെയാണ് പണ്ട് ഇറാഖിനെ ആക്രമിച്ചത്, ഇറാഖിൻ്റെ എണ്ണപ്പാടങ്ങൾ അടിച്ചു മാറ്റാൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് ബുഷ് ശ്രമിച്ചത്, അതേ പാതയിൽ അതിനേക്കാൾ യുദ്ധവെറിയോടെ നീങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഇസ്രയേലിലെ യുദ്ധവെറിയനായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ടത്, ഒരു യുദ്ധം ഏതൊരു രാജ്യത്തിനും തുടങ്ങാൻ എളുപ്പമാണ്, അത് അവസാനിപ്പിക്കാനാണ് ഏറ്റവും വലിയ പാട്. ഇത് കൃത്യമായും സംഘികൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ കൂടി ഏറ്റവും വലിയ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി 1999 കാർഗിൽ യുദ്ധകാലത്ത് പറഞ്ഞ വാക്കുകളാണിത്. ഏതൊരു രാജ്യത്തിന് വേണമെങ്കിലും യുദ്ധം ആരംഭിക്കാം, അതിൽ കൂടുതൽ രാജ്യങ്ങളെ പങ്കാളിയാക്കിക്കൊണ്ട് വിശ്വസിപ്പിച്ച് വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ ആ യുദ്ധം അവസാനിക്കുമോ എന്നുള്ളതാണ്. ഇവിടെ അമേരിക്ക തുടങ്ങി വെച്ച ഈ തീക്കളിക്ക് മറുപടി കൃത്യമായി ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആയത്തുള്ള അലി ഖാംനേയി വധിക്കപ്പെട്ട് നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഔദ്യോഗികമായി ആ സ്ഥാനം ഏറ്റെടുത്തില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് തന്നെയാണ് ചുമതലകൾ കൈവന്നിരിക്കുന്നത്. അതായത് ഇറാനിൽ ഒരിക്കലും ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ അമേരിക്ക വിചാരിച്ച അമേരിക്കയുടെ കളിപ്പാവകളായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു മണുകുണാഞ്ചൻ വന്ന് അമേരിക്കയുടെ കാര്യങ്ങൾ കൂടുതൽ സ്മൂത്താക്കാനും അമേരിക്കയ്ക്ക് സാഷ്ടാംഗം അടിയറവ് വയ്ക്കാനും ശ്രമിക്കും എന്നവർ വിചാരിച്ചെങ്കിൽ തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെ ഇറാൻ അവസാനം അമേരിക്കയുടെ ഡീലിന് തയ്യാറാവുകയും അമേരിക്കയുമായി സന്ധി സംഭാഷണം നടത്താൻ ഖത്തറോ അല്ലെങ്കിൽ ഒമാനോ പോലുള്ള രാജ്യങ്ങൾ വഴി മധ്യസ്ഥ ശ്രമം നടത്തുമെന്ന് ട്രംപ് ധരിച്ചിട്ടുണ്ടെങ്കിൽ വെറും പമ്പര വിഡ്ഢിയാണ് ട്രംപ്.